ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ അന്നദാനത്തിനുള്ള ക്യൂ അങ്ങ് ദൂരെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ക്യൂവിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. കുടുംബാവ് അതിൻ്റെ ഇടയ്ക്ക് പോയി മസ്കബണ്ണൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കടകളൊന്നുമില്ല, എന്നാലും കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് ഗോത്രവർഗ്ഗക്കാരുടെ ഡാൻസാണ് കേട്ടോ. അവരിങ്ങനെ ഉത്സവ സീസണും അല്ലാതെ അവരുടെ പ്രത്യേകിച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ കൊട്ടിപ്പാടും. അതിനായിട്ട് അവരുടെ കൂടെയുള്ള ആൾക്കാർ, അവരുടെ ഗോത്രവർഗ്ഗത്തിലുള്ള ആൾക്കാർ ഒരു ഭാഗത്ത് അവരെല്ലാവരും കൂടി തീയൊക്കെ ഇട്ട് കത്തിച്ച് നേരം വെളുക്കോളം അവരുടെ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ദൈവം തുള്ളി പറയുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർ പറയുന്നതെന്നൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാൻസുകളൊക്കെ ആയിരുന്നു. ചേച്ചിമാരുടെ തിരുവാതിര കളിയും കൈകൊട്ടി കളിയും അതുപോലെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ പരിപാടി ശ്രദ്ധിച്ചതിനെക്കാട്ടും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഇവരുടെ ഡാൻസൊക്കെയാണ് കേട്ടോ. അവർ പ്രത്യേക നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചിലവരൊക്കെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരുണ്ട്, ചിലർ വെറുതെ തുള്ളുന്നതുണ്ട്. കാണാൻ നല്ല രസമായിരുന്നു എന്തൊക്കെയായാലും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെടിക്കെട്ട് തുടങ്ങി. വെടിക്കെട്ട് നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഗാനമേള തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ചി ചേച്ചിയും നിഷ ചേച്ചിയും, ഇത് ഞങ്ങളുടെ പിന്നെ സൂര്യ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. ലച്ചുവാണ്. അപ്പം പിന്നെ അതിൻ്റെ അപ്പുറത്ത് അഭിചേട്ടായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ പാട്ടൊക്കെ കേട്ട് നല്ല ഡാൻസൊക്കെ കളിച്ച് ഇതായിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉത്സവത്തിൽ, നമ്മുടെ ഇവിടെ ഗാനമേള ഉള്ള ഉത്സവത്തിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. ഉത്സവ ടൈമിൽ ഗാനമേള എല്ലാവരും, ഒരാൾ പോലും വെറുതെ നിന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാം മറന്ന് വളരെയധികം സന്തോഷിച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു. ആ കളിക്കുന്നത് കുഞ്ചി ചേച്ചീൻ്റെ പപ്പേൻ്റെ അനിയനാട്ടോ. ഞങ്ങൾ അങ്കിളാണ്. അങ്കിൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അങ്കളുടെ ഡാൻസ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി രാത്രിയായി, മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ.